ഉള്ളൂ. നാടകം കണ്ടതുപോലുള്ള ഇത് അഭിനയങ്ങളെല്ലാം കൊള്ളാമല്ലോ. എല്ലാവരും ഇന്ന് അഭിനയിക്കാൻ മിടുക്കന്മാരാണ്. അഭിനയങ്ങൾക്കൊന്നും മോശമൊന്നുമല്ല. നായിക എങ്ങനെയുണ്ട്? നായികയുടെ ഒരു പെർഫോമൻസ്. നായികയാണ് ഇതിൽ നായികയാണ് മെയിനായിട്ട് വരുന്നത്. നായിക നന്നായിട്ട് അഭിനയിച്ചിരുന്നു. പുതുമുഖമാണേലും സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയല്ലേ? സോഷ്യൽ മെസ്സേജ് സംശയം, അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. സംശയത്തിന് വേണ്ടി പിന്നെയും കള്ളം പറയുകയാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കുഴപ്പം. അതാണ് ഞാൻ ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഇന്ന് ചില നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഫാമിലിക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞത്. ഇത് കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. വിനയ് ഫോർട്ടിൻ്റെ ഒറ്റയ്ക്കുള്ള ആട്ടമാണോ പടത്തിൽ കാണാൻ പറ്റുന്നത്? ഒറ്റയ്ക്കുള്ള ആട്ടമാണോ കാണാൻ പറ്റുന്നത്? വിനയ് ഫോർട്ടിൻ്റെ ഒറ്റയ്ക്കുള്ള ആട്ടമാണോ പടത്തിൽ കാണാൻ പറ്റുന്നത്? ഒറ്റയാൾ പോരാട്ടം. ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്. ഇഷ്ടപ്പെട്ടു. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രാമ മൂഡാണ് പടം. പക്ക ലൈവാണ്, ടോട്ടലി പക്ക ലൈവാണ് പടം. അതുപോലെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. കഥ, തിരക്കഥ, സംവിധാനമൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി അതൊക്കെ നല്ല രസമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും നമ്മുടെ വിനയ് ഫോർട്ടാണ് ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ അറിയാലോ, പുള്ളിക്കാരൻ വളരെ ചെയ്യുന്ന പ്രൂൺ ആർട്ടിസ്റ്റാണ്. അതുപോലെ ഷാജൻ ചേട്ടനുണ്ട്. അപ്പം ബാക്കി ആൾക്കാരെല്ലാം അതിൻ്റെ ബാക്കി ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അതായത് ബാക്കി ഇരിക്കുന്ന ആൾക്കാർ ചില സിനിമകളിലൊക്കെ അങ്ങിങ്ങായി കണ്ട ആൾക്കാരും പിന്നെ അല്ലെങ്കിൽ നാടകങ്ങളിലൊക്കെ കണ്ട ആൾക്കാരൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരൊക്കെ ഒരിക്കലും ഒരു പുതിയതായിട്ട് വന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത്രയും വലിയൊരു വേഷം പടത്തിൻ്റെ ത്രൂ ഔട്ട് വേഷം ഫസ്റ്റ് സീൻ മുതൽ എൻഡ് സീൻ വരെ ത്രൂ ഔട്ട് വേഷം ചെയ്ത ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവരെ ഒരിക്കലും നമുക്കങ്ങനെ ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ആ കഥയ്ക്കൊത്ത ഒരു പടം ടോട്ടലി പടം ഒരിക്കലും ഒരു ഏച്ചുകെട്ടലോ അല്ലെങ്കിൽ ഒരു അഭിനയമായാലും അല്ലെങ്കിൽ തിരക്കഥ ഒരു ഏച്ചുകെട്ടലില്ലാതെ കറക്റ്റ് ലെവലിൽ പടം പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയ സൗണ്ട് മിക്സിങ് ഭയങ്കര രസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനിലാണെന്ന് എടുത്ത് പറയാൻ പറ്റും. ഒരു പാത്രത്തിൽ എന്തോ സാധനം വീഴുന്ന സൗണ്ടാണ് കേൾപ്പിക്കുന്നത്. ടോട്ടലി കറക്റ്റ് നമുക്കത് ഫീൽ ചെയ്യും വീഴുന്നത്. ആ സൗണ്ട് മിക്സിങ് ആയാലും ക്യാമറ ആയാലും അല്ലെങ്കിൽ പിന്നെ എനിക്കൊന്ന് ലൈവാണെന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നു തോന്നുന്നു. അത്രയ്ക്കും അവർ പറയുന്നതൊക്കെ പക്ക ലൈവായിട്ടിരിക്കുന്നു. അപ്പം ടെക്നിക്കൽ സൈഡായാലും എല്ലാ സൈഡും പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ മറ്റുള്ളവർ കണ്ട് അവരുടെ നായിക സൂപ്പറായിട്ടുണ്ട്. പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ പേരെന്തോ എന്തോ പേരാണ്, ഞാൻ പേര് ലാസ്റ്റ് ജസ്റ്റ് വായിച്ചു പോയേ ഉള്ളൂ. പക്ഷെ പുള്ളി നല്ല ഭംഗിയായിട്ട് ആ വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ആൾക്കാരും, നായിക മാത്രമല്ല. അത് വ്യക്തിപരമായ അഭിപ്രായമല്ലേ. കാരണം എനിക്ക് അങ്ങനെ തിയേറ്റർ മൂവിയൊന്നുമില്ല. പിന്നെ നമ്മളിപ്പം വലിയൊരു വലിയൊരു ക്യാൻവാസിൽ വന്നൊരു നമ്മുടെ ഈ മറ്റു പടങ്ങളിലൊക്കെ KGF പോലത്തുള്ള അങ്ങനെയുള്ളൊരു ഭയങ്കര സാധനമൊന്നും ആ പടത്തിലില്ല. ഈ പടത്തിന് മൂടി ഇതിങ്ങനെ തന്നെ കാണണം. ഒരു പക്ക ഭയങ്കര സമാധാനത്തിൽ ഭയങ്കര കൂളായിട്ട് സമാധാനത്തിൽ കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര സമാധാനത്തിൽ ആ പടം പറഞ്ഞു പോയിട്ടുണ്ട്. ഭയങ്കര രസം. എനിക്ക് പടത്തിന് ഒന്നത് ആവശ്യമില്ലാത്ത മ്യൂസിക്കുകളൊന്നും എനിക്ക് പടത്തിൽ അധികമായിട്ട് മ്യൂസിക്കുകളില്ല. മ്യൂസിക്കിൻ്റെ ലെങ്ത് കുറവ്, വളരെ കൂടുതലും സൗണ്ട് എഫക്ട്സിലും സൗണ്ട് എഫക്ട്സിലും SFXിലൊക്കെയാണ് സാധനം മൊത്തം SFXിലും അല്ലെങ്കിൽ അവരുടെ ഡയലോഗിലൊക്കെ പിടിച്ചു വരിക്കുന്നത്. ആർട്ടിസ്റ്റുകൾ ഒരിക്കലും ഒരു പുതിയ നല്ല സ്ഥിരമായ ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്തിരിക്കുന്നത്. അവരൊന്നും അങ്ങനെ നേരത്തെ അങ്ങനെ നമുക്ക് തോന്നും അവർ നേരത്തെ നമ്മൾ കണ്ട് അതെ അവർക്ക് ആ സ്ക്രീൻ നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആരും ഒരു സാധാരണ നമ്മുടെ നാടകക്കാരെന്ന് നാടകത്തിൽ ആൾക്കാർ ഈ TV-യിലും വരുമ്പോഴത്തേക്ക് ഒരു ഓവർ എക്സാജുറേഷൻ അവരുടെ ഇത് വരും. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അവരാ എന്താണോ കഥ നടക്കുന്നത് അത് ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് തന്നെ ആ സാധനം ഫീൽ ചെയ്യണം. അത് പുറത്തുള്ള അടിപൊളി പടമാണ്. നല്ല പെർഫോമൻസ് മറ്റേ വിനയ് ഫോർട്ട് നല്ലോണം ചെയ്തിട്ടുണ്ട്. വിനയ് ഫോർട്ട് സാധാരണ എല്ലാ പടത്തിലും സെയിം ടൈപ്പ് ഒരു അഭിനയമാണല്ലോ. പക്ഷേ ഇതിലും കുറച്ച് വ്യത്യാസമുണ്ട് പുള്ളി. അതുപോലെ തന്നെ നടിയും കുറച്ച് നല്ലോണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. കലാഭവൻ ഷാജോൻ അടിപൊളി. എല്ലാ റോളുകളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ തീം, അത് തന്നെയാണ് ബേസ് ചെയ്തത്.